ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടേതൊരു ഫിഷിംഗ് വ്ളോഗാണ് കേട്ടോ. ഇംഗ്ലണ്ടിലെ കോട്സ്വേൾഡിലെ ബൈബറി ട്രൗട്ട് ഫാമിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. കേഫിലിൽ നിന്ന് നമുക്ക് 1.5 hour ട്രാവൽ ചെയ്യാനുണ്ട്. നമ്മൾ രാവിലെ 8 o'clock യാത്ര തിരിച്ചതാണ്. 9:30 ആകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിച്ചേരുന്നതാണ്. ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇറങ്ങി കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ സ്പോട്ടിലെത്തി. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കാം. അഡൾട്ട്സിന് £9, കിഡ്സിന് £7 ഇവിടുത്തെ ടിക്കറ്റ് ഫെയർ. പേയ്മെൻറ്റിന് ശേഷം ഇതുപോലെ ഇവിടുന്ന് സീല് വെച്ച് തരും. ഇതും കൊണ്ട് വേണം നമ്മൾ അകത്തേക്ക് പോകാൻ. അപ്പം നമുക്ക് നേരെ അകത്തേക്ക് പോവാം. ഇതൊരു ഫിഷിംഗ് സ്പോട്ട് മാത്രമല്ല കേട്ടോ, അതിമനോഹരമായൊരു ഗാർഡനും കുട്ടികൾക്കുള്ളൊരു പ്ലേ സ്റ്റേഷനും ഒക്കെ ഇതിനുള്ളിലുണ്ട്. ഇവിടുന്ന് ഇനി അങ്ങോട്ട് പല പോൺസുകൾ നമുക്ക് കാണാം. ഓരോ പോൺസിലും സെക്ഷൻ തിരിച്ച് ഇവിടുത്തെ ഫിഷുകളാണ്. ഇവക്ക് നമുക്ക് ഫീഡ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പ്രത്യേകം പേയ്മെൻറ്റ് അടച്ച് നമുക്ക് ഇവക്കുള്ള ഫീഡ് വാങ്ങാം. അത് വാങ്ങി ഇട്ട് കൊടുക്കുമ്പോൾ ഇവയെല്ലാം കൂട്ടത്തോടെ നമ്മുടെ അടുത്തേക്ക് വരും. ശരിക്കും അതിമനോഹരമായ കാഴ്ചകളാണ് ചുറ്റുമുള്ളത്. വീക്കെൻഡ് ഡേയ്സിലും ഹോളിഡേയ്സിലും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ശരിക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ഞങ്ങളിത് സെക്കൻഡ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത്. സമ്മർ വെക്കേഷൻ ആയതുകൊണ്ടാവണം ഈ പ്രാവശ്യം നല്ല തിരക്കായിരുന്നു. ഈ ടൈം ഇവിടെ കണ്ടതിൽ അധികവും മലയാളി ഫാമിലീസ് ആയിരുന്നു. ഓരോ പോൺസിൻ്റെ സൈഡിലും ഓരോ ബോർഡ് വെച്ചിട്ടുണ്ടാവും. അതിൽ ഏത് തരം ഫിഷാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്ന്. ഈ പോൺസിലധികവും ബ്ലൂ ട്രൗട്ട്സ് ആണ്. ബ്ലൂ ട്രൗട്ട്സ് കൂടാതെ ബ്രൗൺ ട്രൗട്ട്സ്, റെയിൻബോ ട്രൗട്ട്സ്, അങ്ങനെ പല ഇനം ട്രൗട്ട്സുകൾ ഇവിടുത്തെ പല പോൺസുകളായിട്ടുണ്ട്.
കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു കാഴ്ചയാണിത്. തീറ്റയിടുമ്പോൾ എല്ലാവരും കൂട്ടത്തോടെ വന്ന് അടിപിടി കൂടുന്നൊരു കാഴ്ച. Please note that all fish must be killed and paid for, so only catch as many as you wish to over the bridge next to the Cattarone hut. You are more than welcome to get your own fish with a single. അപ്പോൾ ഇനി നമുക്ക് ചൂണ്ടയിടാൻ പോയാലോ? ചൂണ്ടയിടുന്നതിന് വേണ്ട സാധനങ്ങളും എങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തരും. ഈ കാണുന്ന ഒരു ഐലൻഡ് പോലത്തെ സ്ഥലത്താണ് നമ്മൾ നിന്ന് ചൂണ്ടയിടാൻ പോകുന്നത്. ചൂണ്ടയും അത് ഹോൾഡ് ചെയ്യാനുള്ള നെറ്റും, പിന്നെ നമ്മൾ പിടിച്ച മീനിനെ വെക്കാൻ ബക്കറ്റും, മീനിനെ കൊല്ലാനുള്ളൊരു സ്റ്റിക്കും എല്ലാം ഇവരിവിടെ നിന്ന് നമുക്ക് തരും. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ആദ്യത്തെ ഇര നമ്മുടെ വലയിൽ കുരുങ്ങിയിരിക്കുകയാണ്. ഓ ബാഡ് ലക്ക്, അവൻ വീണ്ടും തെന്നി മാറി കുളത്തിലേക്ക് പോയിരിക്കുന്നു. ഫിഷിനെ ഇവരുടെ ആളുകൾ വന്ന് തന്നെ കൊന്നു തരും. നമുക്കതിന് ശേഷം ഇവയെ ഓരോ ബക്കറ്റിൽ കീപ്പ് ചെയ്യാം. കുട്ടികൾക്കും ഇതിന് മുമ്പ് ചൂണ്ടയിട്ടിട്ടില്ലാത്തവർക്കുമൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. അങ്ങനെ നമുക്ക് 4 ട്രൗട്ടിനെ ചൂണ്ടയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെയെല്ലാം കൊണ്ടുപോയി ഇതിൻ്റെ വെയിറ്റ് എല്ലാം നോക്കി പേയ്മെൻറ്റ് അടച്ച് ക്ലീൻ ചെയ്യാം. കിലോ 12 പൗണ്ട്സാണ് ട്രൗട്ടിൻ്റെ വില.
എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് ഇവർ തന്നെ ഇവിടുന്ന് ക്ലീൻ ചെയ്തു തരും. നല്ല തിരക്കായതിനാൽ നമ്മൾ അവരവരുടെ കയ്യിൽ കൊടുത്തു. അവരതിനെ ക്ലീൻ ചെയ്ത് ഫ്രഷാക്കി തന്നു. അപ്പോൾ ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാം. എന്താ, ഗ്രില്ലിങ്ങിനായിട്ടുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ കൊണ്ടുപോകേണ്ട കേട്ടോ. ഫുഡ് മാത്രം കൊണ്ടുപോയാൽ മതി. എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം. ബാർബിക്യൂ സെറ്റ് സ്മോളിന് 7 പൗണ്ട്സും ലാർജിന് 12 പൗണ്ട്സും ഉള്ളൂ. അത് നമ്മൾ പ്രത്യേകം പേയ്മെൻറ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയ ചിക്കനും വെജീസും ഫ്രൂട്ട്സും എല്ലാം ഗ്രില്ല് ചെയ്തു. പിന്നെ നമ്മുടെ ഫ്രഷ് ട്രൗട്ടിന് നമ്മൾ സ്പെഷ്യൽ മസാല അവിടെ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തു. അത് ഫോയിൽ പേപ്പറിൽ വെച്ച് നമ്മൾ ഇനി ഗ്രില്ല് ചെയ്യും. ഫിഷും ചിക്കനും വെജീസും എല്ലാം കൂടെ ഗ്രിൽഡായി വന്നതിലേക്കും ഒരുപാട് വൈകി. എല്ലാവർക്കും നല്ല വിശപ്പും ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ബാലൻസ് ഉള്ളതാണ് ഈ കാണുന്നത്. നല്ല ഫ്രഷ് പച്ചമീനിനെ ചൂണ്ടയിട്ട് പിടിച്ച് ചുട്ട് തിന്നുന്നതിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഗ്രില്ലിംഗ് എല്ലാം കഴിഞ്ഞ് കുട്ടികളെ കുറച്ച് നേരം പ്ലേ സ്റ്റേഷനിലെല്ലാം കളിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്.